വെൽക്കം ടു ക്യാപ്സ്യൂൾ ഹബ്. ഇന്നത്തെ വീഡിയോയിൽ റെസ്റ്റേഴ്സിൻ്റെ MCQ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് 4 വീഡിയോസ് റെസ്റ്ററിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തുള്ള MCQs ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. First question, the dash of a resistor is determined mainly by its physical size. സൈസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി കഴിയും? റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ്, പവർ, കറണ്ട്, A and B. അപ്പോൾ നമുക്ക് പവറാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓപ്ഷൻ ബി പവർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. റെസിസ്റ്റർ ഈസ് എ ഡാഷ് ഡിവൈസ്. റെസിസ്റ്റർ എന്ത് ഡിവൈസാണ്? നമ്മൾ ക്ലാസ്സിൽ പഠിച്ചു, അതൊരു പാസീവ് ഡിവൈസാണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദർ ആർ 2 മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ റെസിസ്റ്റർ. 2 ക്യാരക്ടറിസ്റ്റിക്സ് പറയുക റെസിസ്റ്ററിൻ്റെ. എന്തൊക്കെയാണ്? കറണ്ടും വോൾട്ടേജും, കറണ്ട് ആൻഡ് പവർ, റെസിസ്റ്റൻസ് ആൻഡ് പവർ, റെസിസ്റ്റൻസ് ആൻഡ് കറണ്ട്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. റെസിസ്റ്റൻസും പവറും ആണ് റെസിസ്റ്ററിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്കായിട്ട് കണക്കാക്കുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, റെസിസ്റ്റൻസ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ്. എന്താണ് റെസിസ്റ്റൻസിൻ്റെ പ്രത്യേകത? ഫംഗ്ഷൻ എന്താണ്? ഓപ്ഷൻ എ ഒപ്പോസിഷൻ ടു കറണ്ട് ഫ്ലോ, ദെൻ റെസിസ്റ്റ് റേറ്റ് ഓഫ് ദ വോൾട്ടേജ്, കറണ്ട് അക്സെപ്റ്റബിലിറ്റി ഓഫ് വോൾട്ടേജ്, ഒപ്പോസിഷൻ ടു വോൾട്ടേജ് ഫ്ലോ. നമുക്കറിയാം അല്ലേ റെസിസ്റ്റൻസിൻ്റെ ജോലി എന്താണ്? ഓപ്ഷൻ എ ഒപ്പോസിഷൻ ടു കറണ്ട് ഫ്ലോ, കറണ്ടിനെ ഒപ്പോസ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 5, ദ ഫസ്റ്റ് 2 ബാൻഡ്സ് ഓൺ ദ റെസിസ്റ്റേഴ്സ് ആർ. റെസിസ്റ്ററിൽ ആദ്യം 2 ബാൻഡ് ഉണ്ട് അല്ലേ. ആ 2 ബാൻഡ് എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? 2 ഡിജിറ്റ്സ്, ഡെസിമൽ മൾട്ടിപ്ലയർ, ടോളറൻസ്, ഓൾ ആർ കറക്റ്റ്. നമുക്കറിയാം എന്താണ് ഓപ്ഷൻ എ 2 ഡിജിറ്റ്സ്. ആദ്യത്തെ രണ്ടാമത്തതും ഡിജിറ്റ്സ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. തേർഡ് ബാൻഡാണ് മൾട്ടിപ്ലയർ ബാൻഡ് എന്ന് പറയുന്നത്. ഫോർത്ത് വൺ ആണ് ടോളറൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടോളറൻസ് ഓഫ് സിൽവർ ബാൻഡ് ഓൺ റെസിസ്റ്റർ. റെസിസ്റ്റൻസിൽ സിൽവർ ബാൻഡ് എത്രയാണ് ടോളറൻസ് വാല്യൂ എന്ന് പറയുന്നത്? 10% ആണല്ലേ. സിൽവർ ആണെങ്കിൽ 10% ആണ്, നോ കളർ ആണെങ്കിൽ 20%, ഗോൾഡ് ആണെങ്കിൽ 5%. സെവൻത് ക്വസ്റ്റ്യൻ, വിച്ച് ഡിജിറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഗ്രീൻ ബാൻഡ് ഓൺ എ റെസിസ്റ്റർ. നമ്മൾ BB റോയ് എന്ന് പറഞ്ഞ് ഷോർട്ട് കട്ട് പഠിച്ചു അല്ലേ ക്ലാസ്സിൽ. അപ്പം ഗ്രീൻ എത്രാമത്തെ നമ്പറിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി 5 ആണല്ലേ. എയ്ത്ത് ക്വസ്റ്റ്യൻ, ദ ഡെസിമൽ മൾട്ടിപ്ലയർ മീൻസ് ഹൗ മെനി ഡാഷ് ആഡ് ആഫ്റ്റർ ദ ഡിജിറ്റ്സ്. അപ്പോൾ ഡെസിമൽ മൾട്ടിപ്ലയർ തേർഡ് ബാൻഡാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ആഡ് ചെയ്യാൻ പറഞ്ഞു തന്നിട്ടുള്ളത്? ഓപ്ഷൻ എ സീറോസ്, ബി ഡിജിറ്റ്സ്, സി ടോളറൻസ്, ഡി റെസിസ്റ്റൻസ്. നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്? സീറോസ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഓപ്ഷൻ എ സീറോസ്. നയൻത് ക്വസ്റ്റ്യൻ, വാട്ട് കളർ ഈസ് 340 കിലോ ഓം റെസിസ്റ്റർ വിത്ത് 5% ടോളറൻസ്. അപ്പം 340 കിലോ ഓമിൻ്റെ റെസിസ്റ്ററാണ് തന്നിട്ടുണ്ട്. 3 ഏത് നമ്പറിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഓറഞ്ച്. 4 ഡിനോട്ട് ചെയ്യുന്നത് യെല്ലോ. ദെൻ കിലോ ഓമിലാണ് തന്നേക്കുന്നത് അല്ലേ. അപ്പം ഓൾറെഡി 340 ഒരു എക്സ്ട്രാ 0 ഉണ്ട്. അതുകൂടാതെ കിലോ ഓമിനെ ഓമിലോട്ടാക്കുമ്പോൾ നമുക്ക് എത്ര സീറോസ് വരും? 3 സീറോസും കൂടെ വരും. അപ്പോൾ ടോട്ടൽ എത്ര സീറോസായി? 4 സീറോസായി. അപ്പോൾ 4 സീറോസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ആരാണ്? യെല്ലോ ആണല്ലേ. 4 സീറോസ് എന്ന് പറയുമ്പോൾ യെല്ലോ ആണ്. പിന്നെ ടോളറൻസ് 5 ആയതുകൊണ്ട് ഗോൾഡ്. അപ്പം ഓപ്ഷൻ എ ഓറഞ്ച്, യെല്ലോ, ഗോൾഡ്. അപ്പോൾ എപ്പോഴും ആലോചിക്കുക, കിലോ ഓമിൽ തരുമ്പോൾ അത് വെച്ച് നോക്കരുത്. നമ്മൾ ഓമിലാണ് ഡയറക്റ്റ് വാല്യൂ കിട്ടുന്നത്, എന്നിട്ടാണ് നമ്മൾ കിലോ ഓമിൽ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓമിൽ തന്നെ നോക്കിയാലേ ആൻസർ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ റെസിസ്റ്ററിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുള്ളത് കണ്ടു നോക്കുക. 10th ക്വസ്റ്റ്യൻ, ഹൗ ഡു ഫിക്സഡ് റെസിസ്റ്റേഴ്സ് യൂഷ്വലി ഫെയിൽ. ഫിക്സഡ് റെസിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? വാല്യൂ ചേഞ്ച് ആവാത്ത റെസിസ്റ്റേഴ്സ് ആണല്ലേ, നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൻ്റെ ഫെയിലിയർ എങ്ങനെയാണ് സംഭവിക്കുന്നത്? സ്ലോലി ഓവർ ടൈം, ഇൻക്രീസിങ് ദെയർ വാല്യൂ ബൈ ബിക്കമിങ് ഓപ്പൺ സർക്യൂട്ട്, ബൈ ഇൻക്രീസിങ് ദെയർ വാല്യൂ ആൻഡ് ബിക്കമിങ് ആൻ ഓപ്പൺ സർക്യൂട്ട്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ബൈ ബിക്കമിങ് ആൻ ഓപ്പൺ സർക്യൂട്ട്. ഓപ്പൺ സർക്യൂട്ടായിട്ട് മാറുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അതിന് ഫെയിലിയർ ഉണ്ടാകുന്നത്. 11th ക്വസ്റ്റ്യൻ, ദ ബെസ്റ്റ് പ്ലേസ് ടു യൂസ് വയർ വൗണ്ട് റെസിസ്റ്റർ. വയർ വൗണ്ട് റെസിസ്റ്റർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഇൻ റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ. ഓപ്ഷൻ ബി റെസിസ്റ്റർ ഡസ് നോട്ട് ഡിസിപ്പേറ്റ് മച്ച് പവർ. ഓപ്ഷൻ സി ഇൻ ഹൈ പവർ റേഡിയോ ഫ്രീക്വൻസി സർക്യൂട്ട്. ഓപ്ഷൻ ഡി ഇൻ ഹൈ പവർ
ഡയറക്റ്റ് കറണ്ട് സർക്യൂട്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്, ഹൈ പവർ ആയിട്ടുള്ള സർക്യൂട്ട് ആയിരിക്കണം, പക്ഷേ ഡയറക്റ്റ് കറണ്ട് സർക്യൂട്ടിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്, വയർ ബൗണ്ട് റെസിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി. 12th question, വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ് ആർ യൂഷ്വലി യൂസ്ഡ് ഇൻ സർക്യൂട്ട്സ് ദാറ്റ് ഹാവ് എന്താണ്, ഹൈ കറണ്ട് അല്ലേ. ഓപ്ഷൻ എ ഹൈ കറണ്ട് സർക്യൂട്ടിലാണ് വയർ ബൗണ്ട് യൂസ് ചെയ്യുന്നത്. 13th question, വൺ അഡ്വാൻറ്റേജ് ഓഫ് കാർബൺ ഫിലിം റെസിസ്റ്റർ ഓവർ കാർബൺ കമ്പോസിഷൻ റെസിസ്റ്റർ. കാർബൺ ഫിലിം റെസിസ്റ്ററിൻ്റെ അഡ്വാൻറ്റേജ് ഓവർ കാർബൺ കമ്പോസിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ലെസ് സർക്യൂട്ട് നോയ്സ്, സ്മോളർ സൈസ്, ഹയർ വോൾട്ടേജ്, പുവർ ടോളറൻസ്. അപ്പോൾ ഓപ്ഷൻ എ സർക്യൂട്ട് നോയ്സ് അല്ലേ, കുറവാണെന്ന് നമ്മൾ പഠിച്ചു. നോയ്സ് വളരെ കുറവാണ് കാർബൺ ഫിലിം റെസിസ്റ്ററിന് കമ്പയർഡ് ടു കാർബൺ കമ്പോസിഷൻ. 14th question, പവർ ഡിസിപ്പേഷൻ്റെ ഫോർമുലയാണ് ചോദിച്ചേക്കുന്നത്. അപ്പം P is equal to V into I, P is equal to V square by R, P is equal to I square R. ഈ 3 ഫോർമുലാസും എന്താണ്, കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ഓൾ ആർ കറക്റ്റ്. 15th question, മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് റെസിസ്റ്റർ. ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് റെസിസ്റ്ററാണ്? വയർ ബൗണ്ട്, കാർബൺ, ഫിലിം ടൈപ്പ്, ഫ്യൂസിബിൾ. അപ്പം കോമൺ യൂസ് വരുന്നത് ഏതാണ്? കാർബൺ റെസിസ്റ്ററാണ്. 16th question, റെസിസ്റ്റേഴ്സ് ആർ ഡാഷ് ഡിവൈസസ്, പോളാർ ഓർ നോൺ പോളാർ. എന്താണ്, പൊളാരിറ്റി ഇല്ല അല്ലേ റെസിസ്റ്ററിന്, 2 ലീഡ്സ് ഉണ്ട്, പോസിറ്റീവ് നെഗറ്റീവ്, അങ്ങനെ ഒരു പൊളാരിറ്റി ഇല്ല, എങ്ങനെ വേണമെങ്കിലും സർക്യൂട്ടിൽ യൂസ് ചെയ്യാം. സോ അത് നോൺ പോളാർ ആയിട്ടുള്ള ഡിവൈസാണ്. ഓപ്ഷൻ ബി. 17th question, വാട്ട് ഹാപ്പൻസ് വിത്ത് ദ റിക്വയർമെൻറ്റ് ഓഫ് പവർ റേറ്റിംഗ് വെൻ റെസിസ്റ്റൻസ് ഇൻക്രീസസ്. റെസിസ്റ്റൻസ് വാല്യൂ കൂടുമ്പോഴത്തേക്കും പവർ റേറ്റിംഗ് എങ്ങനെയായിരിക്കണം? പവർ റേറ്റിംഗിൻ്റെ റിക്വയർമെൻറ്റ് എന്തായിരിക്കണം? ലോവർ പവർ റേറ്റിംഗ് ആയിരിക്കണം. അത് രണ്ടും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. സോ ലോവർ പവർ റേറ്റിംഗ്. ഓപ്ഷൻ എ. 18th question, പവർ റേറ്റിംഗ് ഈസ് പ്രപ്പോർഷണൽ ഡാഷ് പ്രപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്. നമ്മൾ പറഞ്ഞു എന്താണ്, പവർ റേറ്റിംഗും റെസിസ്റ്റൻസും ഇൻഡയറക്ട്ലി പ്രപ്പോർഷണലാണ്. അപ്പോൾ ഓപ്ഷൻ ബി. 19th question, പവർ റേറ്റിംഗ് ആൻഡ് ഫിസിക്കൽ സൈസ് ഓഫ് എ റെസിസ്റ്റർ ആർ ഡാഷ് പ്രപ്പോർഷണൽ. അത് രണ്ടും എങ്ങനെയാണ്? പവർ റേറ്റിംഗും ഫിസിക്കൽ സൈസും ഡയറക്ട്ലി പ്രപ്പോർഷണലാണ്. ഡയറക്ട്ലി പ്രപ്പോർഷണൽ. ഓപ്ഷൻ എ. 20th question, ഹൗ ദ വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ് ആർ മെയ്ഡ് ബൈ. നമ്മൾ മാനുഫാക്ചറിങ്ങിൽ പഠിച്ചതാണ്. മെറ്റൽ വയർ യൂസ് ചെയ്യും അല്ലേ. നിക്രോമോ, ടങ്സ്റ്റണോ, മാംഗനീനോ ആണ് മെറ്റൽ വയറായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ നമ്മളൊരു ഇൻസുലേറ്റിംഗ് കോർ യൂസ് ചെയ്യും. എന്നിട്ട് ഈ വയറിനെ ഇൻസുലേറ്റിംഗ് കോറിലോട്ട് എന്ത് ചെയ്യും? റാപ്പ് ചെയ്ത് വയ്ക്കും. അങ്ങനെയാണ് അത് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇൻസുലേറ്റിംഗ് കോർ പ്ലാസ്റ്റിക്കോ, സെറാമിക്കോ, ഫൈബർ ഗ്ലാസ്, പോർസിലിയൻ, പ്രസ്ഡ് പേപ്പർ, സിമെൻറ്റ് എന്ത് വേണോ ആവാം. 21st question, wire wound resistors are usually used in applications A. high current, B. low resistance, C. desired power, D. all are correct. എല്ലാം ശരിയാണ്. ഹൈ കറണ്ടിൽ യൂസ് ചെയ്യും, ലോ റെസിസ്റ്റൻസ് വാല്യൂ ഉള്ളപ്പോൾ യൂസ് ചെയ്യും. നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള പവർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമാണെങ്കിലും അത് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഓൾ ആർ കറക്റ്റ്. 22nd question, at high frequency വയർ ബൗണ്ട് റെസിസ്റ്റർ എന്തായിട്ട് ആക്ട് ചെയ്യും? ഹൈ ഫ്രീക്വൻസിയിൽ വയർ ബൗണ്ട് റെസിസ്റ്റർ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഒരു ഇൻഡക്ടറായിട്ടാണ് റെസിസ്റ്റർ ആക്ട് ചെയ്യുന്നത്. അപ്പം ഓപ്ഷൻ ബി ഇൻഡക്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ദ കാർബൺ കമ്പോസിഷൻ റെസിസ്റ്റേഴ്സ് ആർ മെയ്ഡ്. കാർബൺ കമ്പോസിഷൻ റെസിസ്റ്റേഴ്സ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്? അപ്പോൾ എന്താണ് യൂസ് ചെയ്യുന്നത്? കാർബൺ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് പൗഡർ യൂസ് ചെയ്യും അല്ലേ. കാർബൺ ഗ്രാഫൈറ്റ് പൗഡർ. ഇതിൻ്റെ കൂടെ തന്നെ എന്തും കൂടെ യൂസ് ചെയ്യും? ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലും കൂടെ യൂസ് ചെയ്യും. സെറാമിക്കോ റെസിനോ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെറ്റീരിയലായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. 24th question, കാർബൺ കമ്പോസിഷൻ റെസിസ്റ്റേഴ്സ് ആർ മോസ്റ്റ്ലി പോപ്പുലർ ബിക്കോസ് ഓഫ് ലോ പ്രൈസ്, സ്മോൾ സൈസ്, ഹൈ ഇൻഡക്റ്റൻസ്. എ ആൻഡ് ബി ആർ കറക്റ്റ്. അപ്പം സൈസിൻ സ്മോൾ ആയതാണ് ഏറ്റവും വലിയ റീസൺ ആയിട്ട് പറയുന്നത്. ഓപ്ഷൻ ബി സ്മോൾ സൈസാണ്. 25th question, ദ റെസിസ്റ്റൻസ് ഓഫ് കാർബൺ കമ്പോസിഷൻ റെസിസ്റ്റർ ഡിപ്പെൻഡ്സ് ഓൺ. റെസിസ്റ്റൻസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? എ സൈസ്, ബി കറണ്ട്, സി റേഷ്യോ ഓഫ് ദ പൗഡേഴ്സ് യൂസ്ഡ്, ഡി എ ആൻഡ് ബി. ഇപ്പോൾ റെസിസ്റ്റൻസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഏതൊക്കെ പൗഡറിൻ്റെ റേഷ്യോ, അതായത് കാർബണും സെറാമിക്കും ഏത് റേഷ്യോയിലാണ് മിക്സ് ചെയ്യുന്നത് എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്താണ് റെസിസ്റ്റൻസ് നമുക്ക് പറയാൻ പറ്റുന്നത്. നെക്സ്റ്റ് 26th question, കാർബൺ കമ്പോസിഷൻ റെസിസ്റ്റേഴ്സ് ആർ ജനറലി യൂസ്ഡ് ഫോർ. ജനറലി എവിടെയാണ് യൂസ് ചെയ്യുന്നത് കാർബൺ കമ്പോസിഷൻ? ഇൻഡക്റ്റീവ് കമ്പോണൻറ്റ്, സർജ് പ്രൊട്ടക്ഷൻ, വോൾട്ടേജ് പൾസ് റിഡക്ഷൻ. ബി ആൻഡ് സി ആർ കറക്റ്റ്.
എന്താണ് ആൻസർ? സർജ് പ്രൊട്ടക്ഷന് യൂസ് ചെയ്യും അല്ലേ? വോൾട്ടേജ് സ്പൈക്സ് വരുമ്പോഴത്തേക്കും പ്രൊട്ടക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യും. അത് കൂടാതെ തന്നെ വോൾട്ടേജ് പ്ലസ് പൾസ് റിഡക്ഷനും ഇത് എന്ത് ചെയ്യും? കാർബൺ കമ്പോഷൻ റെസിസ്റ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. സോ ബി ആൻഡ് സി ആർ കറക്റ്റ്. 27th question. Application of carbon combustion resistors. Power supplies, welding control, A and B. രണ്ടിനും യൂസ് ചെയ്യും. പവർ സപ്ലൈസിന് യൂസ് ചെയ്യുന്നുണ്ട്, വെൽഡിംഗ് കൺട്രോളിനും യൂസ് ചെയ്യാം. അപ്പോൾ ഓപ്ഷൻ സി. 28th question. Advantages of carbon combustion resistors are small size, low cost, withstand high energy pulse, all are correct. എല്ലാം കറക്റ്റാണ്. എല്ലാ പ്രത്യേകതകളും എന്താണ്? കാർബൺ കമ്പോഷൻ റെസിസ്റ്ററിന് തന്നെയാണ്. 29th question. Disadvantages of carbon combustion resistor. ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. Instability of resistance value, high temperature coefficient, high noise, all are correct. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇൻസ്റ്റേബിൾ ആണ്, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഇച്ചിരി ഹൈ ആണ്, കമ്പാരിറ്റീവ്ലി ഹൈ ആണ്, അതുപോലെ നോയ്സും കമ്പാരിറ്റീവ്ലി ഹൈ ആണ്. സോ എല്ലാ ഓപ്ഷൻസ് എന്താണ്? ശരിയാണ്. ഓൾ ആർ കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30. അഡ്വാൻറ്റേജസ് ഓഫ് കാർബൺ ഫിലിം റെസിസ്റ്റേഴ്സ് ആർ. കാർബൺ ഫിലിം റെസിസ്റ്ററിൻ്റെ അഡ്വാൻറ്റേജസ്: ലോ നോയ്സ്, ടെമ്പറേച്ചർ സ്റ്റെബിലിറ്റി, പ്രിസൈസ് റെസിസ്റ്റൻസ്, ഓൾ ആർ കറക്റ്റ്. എല്ലാം കറക്റ്റാണ്. കാർബൺ ഫിലിം റെസിസ്റ്ററിന് നോയ്സ് എന്താണ്? കാർബൺ ഫിലിമാണ്. കാർബൺ ഫിലിമും കാർബൺ റെസിസ്റ്ററും കൂടി കൺഫ്യൂഷനായി പോയത്. ഇത് കാർബൺ ഫിലിം റെസിസ്റ്ററാണ്. സോ നോയ്സ് കുറവാണ്, ടെമ്പറേച്ചർ സ്റ്റേബിളാണ്, പ്രിസൈസ് റെസിസ്റ്റൻസ് ആണ്. അതായത് കാർബൺ കമ്പോസിഷനെ കമ്പയർ ചെയ്യുമ്പോൾ കാർബൺ ഫിലിം അഡ്വാൻറ്റേജ് കൂടുതലാണ്. അതാണ് കാർബൺ ഫിലിമിന് നമ്മൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. സോ എല്ലാ പോയിൻറ്റും എന്താണ്? കറക്റ്റാണ്. 31st question. വയർ ബോണ്ട് റെസിസ്റ്റർ ഈസ് ഓൺലി യൂസ്ഡ് ഫോർ ലോ ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി. ലോ ഫ്രീക്വൻസിയിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്? വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ടൈപ്പ് ഓഫ് ഫിലിം റെസിസ്റ്റേഴ്സ് ആർ. ഫിലിം റെസിസ്റ്റേഴ്സ് എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പാണുള്ളത് അല്ലേ? ചിപ്പ് ഫിലിം, കാർബൺ ഫിലിം, മെറ്റൽ ഫിലിം, ബി ആൻഡ് സി. ഏതാണ്? ബി ആൻഡ് സി അല്ലേ? കാർബൺ ഫിലിമും മെറ്റൽ ഫിലിമുമാണ് ടൈപ്സ് ഓഫ് ഫിലിം റെസിസ്റ്റേഴ്സ്. സോ ഓപ്ഷൻസ് ബിയും സിയും കറക്റ്റാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലും ഇൻസ്റ്റാ പേജിലും ലൈക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.